ബദർ സ്മരണ തന്നെ പുണ്യമാണ്. സമീപകാല ഇന്ത്യൻ സാഹചര്യത്തിൽ ബദർ സ്മരണയ്ക്ക് കൂടുതൽ പ്രസക്തിയുണ്ട്. കാരണം സത്യവിശ്വാസികൾക്ക് പല പാഠങ്ങളും ബദർ നൽകുന്നുണ്ട്. അധർമ്മത്തിൻ്റെ സംഘശക്തിയെ വിശ്വാസവും മനക്കരുത്തും സഹനവും അർപ്പണവും കൊണ്ട് ജയിച്ചടക്കിയതാണല്ലോ ബദർ. ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റിയാണ് ഗതി നിർണ്ണയിക്കുന്നത്. ബദർ നൽകുന്ന സന്ദേശം ഒരിക്കലും തീവ്രവാദമോ ഭീകരവാദമോ അല്ല. മക്കയിൽ ചെന്ന് അവിശ്വാസികളുമായി യുദ്ധം ചെയ്തതല്ല ബദർ. സത്യവിശ്വാസികളെ നാമാവശേഷമാക്കാൻ മദീനയിലേക്ക് പുറപ്പെട്ട ശത്രുക്കളുമായി ഏറ്റുമുട്ടാൻ വിശ്വാസികൾ നിർബന്ധിതരാവുകയായിരുന്നു. പ്രതിരോധമായിരുന്നു ബദർ. ശത്രുവിൻ്റെ ആൾബലവും ആയുധബലവും അള്ളാഹുവിൻ്റെ തീരുമാനത്തെ മറികടക്കുകയില്ലെന്ന് ബദർ തെളിയിച്ചു. ആത്യന്തിക വിജയം ധർമ്മത്തിനും സത്യത്തിനുമാണ്. ബദർ ആവർത്തിക്കപ്പെടട്ടെ, ബദർ ആഘോഷിക്കപ്പെടട്ടെ, ബദർ അനുഷ്ഠിക്കപ്പെടട്ടെ. വിശ്വാസവും സഹനവും ത്യാഗവും നമ്മുടെ കൂടപ്പിറപ്പായിട്ടുണ്ടെങ്കിൽ ബദർ ആവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. ബദർ ദിനാശംസകൾ. ബദർ സ്മരണ തന്നെ പുണ്യമാണ്. സമീപകാല ഇന്ത്യൻ സാഹചര്യത്തിൽ ബദർ സ്മരണയ്ക്ക് കൂടുതൽ പ്രസക്തിയുണ്ട്. കാരണം സത്യവിശ്വാസികൾക്ക് പല പാഠങ്ങളും ബദർ നൽകുന്നുണ്ട്. അധർമ്മത്തിൻ്റെ സംഘശക്തിയെ വിശ്വാസവും മനക്കരുത്തും സഹനവും അർപ്പണവും കൊണ്ട് ജയിച്ചടക്കിയതാണല്ലോ ബദർ. ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റിയാണ് ഗതി നിർണ്ണയിക്കുന്നത്. ബദർ നൽകുന്ന സന്ദേശം ഒരിക്കലും തീവ്രവാദമോ ഭീകരവാദമോ അല്ല. മക്കയിൽ ചെന്ന് അവിശ്വാസികളുമായി യുദ്ധം ചെയ്തതല്ല ബദർ. സത്യവിശ്വാസികളെ നാമാവശേഷമാക്കാൻ മദീനയിലേക്ക് പുറപ്പെട്ട ശത്രുക്കളുമായി ഏറ്റുമുട്ടാൻ വിശ്വാസികൾ നിർബന്ധിതരാവുകയായിരുന്നു. പ്രതിരോധമായിരുന്നു ബദർ. ശത്രുവിൻ്റെ ആൾബലവും ആയുധബലവും അള്ളാഹുവിൻ്റെ തീരുമാനത്തെ മറികടക്കുകയില്ലെന്ന് ബദർ തെളിയിച്ചു. ആത്യന്തിക വിജയം ധർമ്മത്തിനും സത്യത്തിനുമാണ്. ബദർ ആവർത്തിക്കപ്പെടട്ടെ, ബദർ ആഘോഷിക്കപ്പെടട്ടെ, ബദർ അനുഷ്ഠിക്കപ്പെടട്ടെ. വിശ്വാസവും സഹനവും ത്യാഗവും നമ്മുടെ കൂടപ്പിറപ്പായിട്ടുണ്ടെങ്കിൽ ബദർ ആവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. ബദർ ദിനാശംസകൾ. Allah, Allah, Allah.